ഹായ്. നെറ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് നെറ്റ്, എങ്ങനെയാണ് നെറ്റ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നെറ്റ് എക്സാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നെറ്റ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. നെറ്റ് നെറ്റ് എന്നുള്ളത് ഇന്ത്യയിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലേക്കും കോളേജുകളിലേക്കുമുള്ള അസിസ്റ്റൻ്റ് പ്രൊഫസർഷിപ്പ്, JRF ഫെലോഷിപ്പ്, PhD അഡ്മിഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ഒരു എലിജിബിലിറ്റി ടെസ്റ്റാണ് UGC നെറ്റ് എന്നുള്ളത്. NTA അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നുള്ള ഒരു ബോഡിയാണ് 2018 മുതൽ ഇങ്ങോട്ട് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ വർഷവും 2 തവണ ജൂണിലും ഡിസംബറിലുമായിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള NTA നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 3 കാറ്റഗറി ആയിട്ടാണ് നെറ്റിനെ തിരിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് JRF അല്ലെങ്കിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് വേണ്ടിയിട്ടുള്ള കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി എന്നുള്ളത് അസിസ്റ്റൻ്റ് പ്രൊഫസർഷിപ്പിന് വേണ്ടിയിട്ടുള്ളത്, ആൻഡ് തേർഡ് വണ്ണ് PhD അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാറ്റഗറി. ഇങ്ങനെ 3 കാറ്റഗറൈസേഷനാണ് റീസെൻ്റായിട്ട് NTA കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 3 കാറ്റഗറിക്കും 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ട് ഓഫ് ആണ് NTA എല്ലാ എക്സാമിനും ഉണ്ട്. UGCയുടെ കട്ട് ഓഫ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടായിരിക്കും കട്ട് ഓഫ് എന്നുള്ളത്. എത്ര ആൾക്കാർ എഴുതുന്നു, ഏതൊക്കെ റിസർവേഷൻ കാറ്റഗറിയുള്ള ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുന്നത്. എക്സാമിൻ്റെ ഒരു ഫീ സ്ട്രക്ചർ എന്നുള്ളത് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് 1150 രൂപ, OBC കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് 600 രൂപ, അതുപോലെ SC/ST PWD കാറ്റഗറിയിൽപ്പെട്ടുള്ള ആൾക്കാർക്ക് 325 രൂപ. ഇങ്ങനെയാണ് നെറ്റ് എക്സാമിൻ്റെ ഒരു ഫീ സ്ട്രക്ചർ. മറ്റൊരു കാര്യം ഏജ് ലിമിറ്റാണ്. അതിൽ JRFന് ഏജ് ലിമിറ്റ് ഉണ്ട്, 30 വയസ്സാണ് JRFൻ്റെ ഏജ് ലിമിറ്റ്. റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഒരു 5 വർഷം കൂടി റിലാക്സേഷൻ ഉണ്ട്. മറ്റ് കാറ്റഗറിയിലേക്ക്, അതായത് PhD അഡ്മിഷനും അസിസ്റ്റൻ്റ് പ്രൊഫസർഷിപ്പ് പോലുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഏജ് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. കൺസേൺഡ് ആയിട്ടുള്ള സബ്ജക്റ്റിലുള്ള PG ആണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. UGC നെറ്റ് എന്നുള്ളത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. 2 ഷിഫ്റ്റുകളിലായിട്ടാണ് ഈ ഒരു എക്സാം നടക്കാറുള്ളത്. അത് ഒരു മോർണിംഗ് ഷിഫ്റ്റ് രാവിലെ 9 മണി മുതൽ 12 മണി വരെയും, ദെൻ ഒരു ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് 3 മണി മുതൽ 6 മണി വരെയുള്ള, ഇങ്ങനെ 2 ഷിഫ്റ്റുകളിലായിട്ടാണ് ഈ ഒരു എക്സാം നടക്കാറുള്ളത്. ടോട്ടൽ ടൈമിംഗ് എന്നുള്ളത് 3 മണിക്കൂറാണ്, അല്ലെങ്കിൽ 180 മിനിറ്റാണ് 2 പേപ്പറിനും കൂടിയിട്ടുള്ള ടോട്ടൽ ടൈമിങ്. ഇനി എക്സാമിൻ്റെ ഒരു മാർക്ക് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ UGC നെറ്റ് എന്നുള്ള എക്സാം 2 പേപ്പറാണ്. ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ജനറൽ പേപ്പർ, 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ജനറൽ പേപ്പറിന്. അതിന് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് എന്നുള്ള രീതിയിൽ ടോട്ടൽ 100 മാർക്കിനും. സെക്കൻഡ് ഒരു പേപ്പർ എന്നുള്ളത് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള പേപ്പർ, 100 ക്വസ്റ്റ്യൻസ് 200 മാർക്കിന്. ഇങ്ങനെ 2 പേപ്പറാണ് എക്സാമിനകത്ത് ഉണ്ടാവുക. അതാണ് അതിൻ്റെ പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. പ്രസൻ്റ്ലി ഇതുവരെ അങ്ങനെ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ല. ടോട്ടൽ 300 മാർക്കിലാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. ക്വാളിഫിക്കേഷൻ്റെ ഒരു ക്രൈറ്റീരിയ എന്നുള്ളത് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന 6% ഓഫ് ആൾക്കാർക്ക് നെറ്റും, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന 1% ആൾക്കാർക്ക് JRFും എന്നുള്ളതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. അടുത്തതൊന്ന് JRFനെ കുറിച്ചാണ് പറയാനുള്ളത്. JRF അല്ലെങ്കിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്നുള്ളത് PhD ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെലോഷിപ്പാണ്. പ്രസൻ്റ്ലി 37,000 പെർ മന്താണ് ഈ ഒരു അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഫെലോഷിപ്പ്. അതിൻ്റെ കൂടെ ഒരു കണ്ടിജൻസി ആയിട്ടുള്ള 25,000 പ്ലസ് HRA ആയിട്ടുള്ള ഇത്രയും വരുന്ന ഒരു മോണിറ്ററി ബെനിഫിറ്റ് ആണ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഓർ JRF എന്ന് പറയുന്ന എമൗണ്ട്. JRF പോലെ തന്നെ മറ്റു കുറച്ച് ഫെലോഷിപ്പുകളും കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. അതിനകത്തൊന്ന് NFSC അല്ലെങ്കിൽ നാഷണൽ ഫെലോഷിപ്പ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റുഡൻസ്, മറ്റൊന്ന് NFOBC അല്ലെങ്കിൽ നാഷണൽ ഫെലോഷിപ്പ് ഫോർ അതർ ബാക്ക്വേർഡ് സ്റ്റുഡൻസ് എന്നുള്ളതാണ്. മറ്റൊരു ഫെലോഷിപ്പ് നാഷണൽ ഫെലോഷിപ്പ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് NFPWD എന്നുള്ളതാണ്. അതായത് വളരെ കുറഞ്ഞ മാർക്കിന് JRF മിസ്സാവുന്ന ആൾക്കാർക്ക്, 2-4 മാർക്കിനൊക്കെ JRF മിസ്സാവുന്ന ആൾക്കാർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫെലോഷിപ്പാണ് ഈ ഫെലോഷിപ്പുകൾ. മറ്റൊന്ന് മോക്ക് ടെസ്റ്റുകളെ കുറിച്ചാണ് പറയാനുള്ളത്. മോക്ക് ടെസ്റ്റുകൾ, എന്തിനാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത്, മോക്ക് ടെസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ്. മോക്ക് ടെസ്റ്റുകൾ എന്നുള്ളത് അല്ലെങ്കിൽ മോഡൽ എക്സാമുകൾ എന്നുള്ളത് എക്സാമിൻ്റെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് മോക്ക് ടെസ്റ്റുകൾ എന്നുള്ളത്.
അടുത്തെന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റുകളുടെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ്. എക്സാം പാറ്റേൺ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അതാണ് മോക്ക് ടെസ്റ്റുകളുടെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത്. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് NTA തന്നെ ഒരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. NTA.ac.in എന്നുള്ളൊരു പോർട്ടലിൽ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം മാത്സ് എന്നുള്ളൊരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പേപ്പർ 1 10 ക്വസ്റ്റ്യൻസ് മാത്സ് എന്നുള്ളൊരു ഏരിയ എന്നാണ് വരുന്നത്. ടോട്ടൽ 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പേപ്പർ 1 കുറിച്ചിട്ടാണ്. പേപ്പർ 1 നമ്മൾ ഓൾറെഡി പറഞ്ഞു. പേപ്പർ 1 അല്ലെങ്കിൽ ജനറൽ പേപ്പർ എന്ന് പറയുന്നത് 50 ക്വസ്റ്റ്യൻസ് ഉള്ള 100 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഏരിയയാണ് പേപ്പർ 1 എന്നുള്ളത്. പേപ്പർ 1 10 ടോപ്പിക്കുകളാണുള്ളത്. ഓരോ ടോപ്പിക്കിൽ നിന്നും 5 ക്വസ്റ്റ്യൻ വീതം. അങ്ങനെയാണ് ഈ ഒരു 50 ക്വസ്റ്റ്യൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. പേപ്പർ 1 പ്രധാന ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്, മറ്റൊന്ന് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ദെൻ കോംപ്രഹെൻഷൻ, ദെൻ കമ്മ്യൂണിക്കേഷൻ, മറ്റൊന്ന് മാത്തമാറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ICT, പീപ്പിൾ ആൻഡ് എൻവിറോൺമെൻറ്റ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഹയർ എഡ്യൂക്കേഷൻ. ഇങ്ങനെ 10 ടോപ്പിക്കുകൾ ഉൾപ്പെടുന്നതാണ് നെറ്റിൻ്റെ പേപ്പർ 1 എന്നുള്ളത്. പേപ്പർ 1 സിലബസ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസ് ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള കൺസെപ്റ്റ് എന്താണ് ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ടീച്ചിങ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടീച്ചിങ് ഏതൊക്കെയാണ്, ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, റിക്വയർമെൻറ്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. പിന്നെ സിലബസിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക്കലായിട്ടുള്ളതും സോഷ്യലായിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്ങിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. സപ്പോർട്ട് മെറ്റീരിയൽ, ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ്, ലേണിംഗ് എൻവിറോൺമെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ. ദെൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിങ്ങിൽ എന്തൊക്കെ ടീച്ചിങ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ലൈക്ക് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സ്, ലേണർ സെൻറ്റേർഡ് മെത്തേഡ്സ്, ഓഫ്ലൈൻ ഓൺലൈൻ മെത്തേഡ്സ് പോലെയുള്ള കാര്യങ്ങളാണ് സിലബസിനകത്ത് പിന്നെ പറയുന്നത്. ദെൻ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ലൈക്ക് ട്രഡീഷണൽ സപ്പോർട്ട്, മോഡേൺ ആൻഡ് ICT ബേസ്ഡ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം ഏതൊക്കെയാണ് എന്നുള്ളതാണ് പിന്നെ സിലബസ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു ഏരിയയാണ് ഇവാലുവേഷൻ സിസ്റ്റം എന്നുള്ളത്. എങ്ങനെയാണ് നമ്മൾ ഈ ടീച്ചിങ്ങിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഏതൊക്കെയാണ്, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എങ്ങനെയാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് എങ്ങനെയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ ഇന്നോവേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളതിൻ്റെ ഒരു ഹോൾ സിലബസ് എന്ന് പറയുന്നത്. പേപ്പർ 1 അടുത്തതായിട്ട് പറയുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളൊരു ഏരിയയാണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസർച്ചിൻ്റെ മീനിങ് എന്താണ്, റിസർച്ചിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണ്, റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, പോസിറ്റീവിസം അപ്രോച്ച്, പോസ്റ്റ് പോസിറ്റീവിസം അപ്രോച്ച് എന്തൊക്കെയാണ് എന്നുള്ളത്, റിസർച്ചിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്, ലൈക്ക് എക്സ്പെരിമെൻ്റൽ ഡിസൈന്, ഡിസ്ക്രിപ്റ്റീവ് ഡിസൈന്, ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് റിസർച്ച് ഏതൊക്കെയാണ് എന്നുള്ളത്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്, ദെൻ റിസർച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് റിസർച്ചിൻ്റെ സ്റ്റെപ്സുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സിലബസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ പിന്നെ പറയുന്നത് തിസീസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ്, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റ്, സ്റ്റൈൽസ് ഓഫ് റെഫറൻസിങ് ഏതൊക്കെയാണ് എന്നുള്ളത്, ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ച്, ദെൻ ലാസ്റ്റ് വൺ ഇസ് റിസർച്ച് എത്തിക്സ് എന്താണ് റിസർച്ച് എത്തിക്സ്, പ്ലാജറിസം പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് റിസർച്ചിൻ്റെ സിലബസിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തൊരു ഏരിയ എന്നുള്ളത് റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ എന്നുള്ളത്. അടുത്തതായിട്ട് പേപ്പർ 1 വരുന്ന ഒരു ഏരിയ എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ ആണ്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ മീനിങ് എന്താണ്, കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണ്, കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് പോലെയുള്ള കാര്യങ്ങൾ. എഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, വെർബലായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നോൺ വെർബലായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പോലെയുള്ള കാര്യങ്ങൾ. ഇൻ്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്താണ്, ദെൻ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ലാസ്റ്റ് വൺ മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. ഇത്ര കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ്റെ സിലബസിനകത്ത് പറയുന്നത്.
അടുത്തൊരു ഏരിയയാണ് മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത്. മാത്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്. മാത്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീസണിങ് എങ്ങനെയൊക്കെയാണ്, നമ്പർ സീരീസ് എങ്ങനെ, ലെറ്റർ സീരീസ്, കോഡ്, റിലേഷൻഷിപ്സ്, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിലേക്ക് ഫ്രാക്ഷൻസ്, ടൈം, ഡിസ്റ്റൻസ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഡിസ്കൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ആവറേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാത്സിൻ്റെ സിലബസിനകത്തുള്ളത്. അടുത്തൊരു ഏരിയയാണ് ലോജിക്കൽ റീസണിങ് എന്നുള്ളത്. ലോജിക്കൽ റീസണിങ്ങിൻ്റെ സിലബസ് നമ്മൾ നോക്കുമ്പം എന്താണ് ആർഗ്യുമെൻറ്റിൻ്റെ സ്ട്രക്ചർ, ആർഗ്യുമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് എന്തൊക്കെയാണ്, കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, മൂഡ് ആൻഡ് ഫിഗർ എന്നുള്ളത് എങ്ങനെയാണ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫാലസീസ് എങ്ങനെയാണ്, ലാംഗ്വേജസിൻ്റെ യൂസ്, കനോട്ടേഷൻ, ഡിനോട്ടേഷൻ ആൻഡ് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ. ലോജിക്കൽ റീസണിങ്ങിനകത്ത് പിന്നെ പറയുന്നത് ഇവാലുവേറ്റിംഗ് ആൻഡ് ഡിസ്റ്റിങ്യൂഷിങ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്. ഡിഡക്റ്റീവ് റീസണിങ് എങ്ങനെയാണ്, ഇൻഡക്റ്റീവ് റീസണിങ് എങ്ങനെയാണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്, അനലോഗി എന്താണ്, വെൻ ഡയഗ്രം എന്താണ് എന്നുള്ളത്, വാലിഡിറ്റി ഓഫ് ആർഗ്യുമെന്റ് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ അതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് ലോജിക്കൽ റീസണിങ്ങിൻ്റെ സിലബസിനകത്ത് പറയുന്നത്. ദെൻ ലോജിക്കൽ റീസണിങ്ങിൻ്റെ സെക്കൻഡ് സെഷനിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ലോജിക്ക് എന്താണ്, മീൻസ് ഓഫ് നോളേജ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രമാണാസ് ഏതൊക്കെയാണ്, ലൈക്ക് പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ, അർത്ഥപതി ആൻഡ് അനുപലബ്ധി പോലെയുള്ള ഡിഫറെൻറ്റ് പ്രമാണാസ് എങ്ങനെയാണ്, ഈ പ്രമാണാസ് വഴി നമുക്ക് എങ്ങനെയാണ് നോളേജ് അക്വയർ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് ലോജിക്കൽ റീസണിങ്ങിനകത്ത് പറയുന്നത്. ദെൻ ലോജിക്കൽ റീസണിങ്ങിൻ്റെ സിലബസിൽ അവസാനത്തിൽ വരുന്നത് സ്ട്രക്ചർ ആൻഡ് കൈൻഡ് ഓഫ് അനുമാന. എങ്ങനെയാണ് ഒരു അനുമാനയുടെ സ്ട്രക്ചർ എന്നുള്ളത്, വ്യാപ്തി, ഹെത്വഭാഷ അല്ലെങ്കിൽ ഇന്ത്യൻ ലോജിക്കിനകത്തുള്ള ഡിഫറെൻറ്റ് ഫാലസീസ് എന്തൊക്കെയാണ്, ഈ ഫാലസീസ് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് പോലെയുള്ള കാര്യങ്ങളാണ് ലോജിക്കൽ റീസണിങ്ങിൻ്റെ സിലബസിനകത്ത് പറയുന്നത്. അടുത്തൊരു ഏരിയയാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ളത്. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് മാത്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് ചോദിക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ലൈക്ക് ബാർ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, പൈ ചാർട്ട്, ടേബിൾ ചാർട്ട്, ലൈൻ ചാർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ സിലബസിനകത്തുള്ളത്. ദെൻ അടുത്തൊരു ഏരിയ എന്നുള്ളത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഓർ ICT എന്നുള്ളതാണ്. ICT സിലബസിലേക്ക് വരുമ്പം ആദ്യം തന്നെ സിലബസിൽ പറയുന്നത് ജനറൽ അബ്രീവിയേഷൻസ് ആൻഡ് ടെർമിനോളജി. ICTയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ IT ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടേംസ് ഏതൊക്കെയാണ്, അതിൻ്റെ അബ്രീവിയേഷൻസ് എന്തൊക്കെയാണ്, ദെൻ ബേസിക്സ് ഓഫ് ഇൻ്റർനെറ്റ്, ഇൻട്രാനെറ്റ്, ഇമെയിൽ, ഓഡിയോ ആൻഡ് വീഡിയോ കോൺഫറൻസിങ്, ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷനിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ദെൻ അവസാനത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ICT ആൻഡ് ഗവേണൻസ് എന്നുള്ളൊരു ഏരിയയാണ്. ICT അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നുള്ളതിൻ്റെ സിലബസിനകത്ത് പറയുന്ന കാര്യങ്ങൾ. അടുത്ത പേപ്പർ 1 ഒരു ഏരിയ എന്നുള്ളത് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിറോൺമെൻറ്റ് എന്നുള്ളതാണ്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ഉള്ള ഒരു ഏരിയയാണ് എൻവിറോൺമെൻറ്റ് എന്നുള്ളത്. എൻവിറോൺമെൻറ്റിനകത്ത് സിലബസിന് ആദ്യം പറയുന്നത് ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിറോൺമെൻറ്റ് ലൈക്ക് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് MDG ആൻഡ് SDG എന്നുള്ളതാണ് ആദ്യമായിട്ട് സിലബസിൽ പറയുന്നത്. ദെൻ ഹ്യൂമൻ ആൻഡ് എൻവിറോൺമെൻറ്റ് ഇൻറ്ററാക്ഷൻ, ആന്ത്രപ്പോജനിക് ആക്ടിവിറ്റീസ് ആൻഡ് ദെയർ ഇമ്പാക്റ്റ്. ദെൻ എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത്, ലോക്കൽ, റീജിയണൽ, ഗ്ലോബൽ ഇഷ്യൂസ്, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹസാർഡിയസ് വേസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്, ക്ലൈമറ്റ് ചേഞ്ച്, അതിൻ്റെ ഇമ്പാക്റ്റുകൾ പോലെയുള്ള കാര്യങ്ങളാണ് എൻവിറോൺമെൻറ്റിൻ്റെ സിലബസിലുള്ളത്. ഇമ്പാക്റ്റ് ഓഫ് പൊല്യൂട്ടൻസ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. ദെൻ നാച്ചുറൽ ആൻഡ് എനർജി സോഴ്സസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി സോഴ്സസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്, ലൈക്ക് സോളാർ, വിൻഡ്, സോയിൽ, ഹൈഡ്രോ, ജിയോ തെർമൽ, ബയോമാസ്, ന്യൂക്ലിയർ പോലെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി സോഴ്സസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ദെൻ നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്, അതിൻ്റെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്, അതിനു വേണ്ടിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്റ്റുകളിലേക്ക് എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, then international agreements like Montreal Protocol, Rio Summit, Convention on Biodiversity, Kyoto Protocol, Paris Agreement, International Solar Alliance പോലെയുള്ള കാര്യങ്ങളാണ് എൻവിറോൺമെൻറ്റിൻ്റെ സിലബസിനകത്തുള്ളത്. അടുത്തൊരു ഏരിയ എന്നുള്ളത് ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ഏരിയയാണ്. ഹയർ എഡ്യൂക്കേഷൻ്റെ സിലബസ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യ. ആൻഷ്യൻ്റ് പീരീഡിൽ ഉണ്ടായിരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ
ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത്. ദെൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ പീരീഡിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് ഹയർ ലേണിങ്ങിൻ്റെ എവല്യൂഷൻ എന്നുള്ളത്, ഓറിയൻ്റൽ കൺവെൻഷണൽ നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ ഏതൊക്കെയാണെന്നുള്ളത്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾ, വാല്യൂ എഡ്യൂക്കേഷൻ, എൻവറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾ, ദെൻ പോളിസീസ്, ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹയർ എഡ്യൂക്കേഷൻ്റെ സിലബസിനകത്തുള്ളത്. ഇതാണ് പേപ്പർ 1ൻ്റെ 10 ടോപ്പിക്കുകൾ എന്നുള്ളത്. പേപ്പർ 2 എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള അവരുടെ സബ്ജക്റ്റ് ഏതാണോ അതിൻ്റെ സിലബസും ഓൾറെഡി UGCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. കൺസേൺഡ് സബ്ജക്റ്റിൻ്റെ സിലബസ് വെബ്സൈറ്റിനകത്ത് അവൈലബിൾ ആണ്. ഇതാണ് പേപ്പർ 1ൻ്റെ സിലബസ് എന്നുള്ളത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളത് റിവിഷൻ ഓഫ് കീ കൺസെപ്റ്റ്സ് എന്നുള്ളതാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ കൺസെപ്റ്റുകൾ നിരന്തരമായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. അതിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് എപ്പോഴും യൂസ് ചെയ്യുക. ചെറിയ ചെറിയ നോട്ടുകൾ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ലൈക്ക് MDG അല്ലെങ്കിൽ SDG അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ചെറിയ ചെറിയ നോട്ടുകൾ ഉണ്ടാക്കി വെക്കുക. ഈ നോട്ട് യൂസ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അടുത്തൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളത് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മോക്ക് ടെസ്റ്റുകൾ കുറേ പഠിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ കൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടൊക്കെ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യുക എന്നുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് NTA നിരന്തരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മാത്സ് പോലുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഫോർമുലാസ്, ഡാറ്റാസ് ഒക്കെ മെമ്മറൈസ് ചെയ്യുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക, എങ്ങനെയാണ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോർമുലാസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ഫോർമുലാസ് മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളത്. മറ്റൊരു പ്രിപ്പറേഷൻ ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത്. ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? നമ്മളെ ഈ മൊത്തം ടൈം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ 180 മിനിറ്റാണ്. ഈ 180 മിനിറ്റിനകത്ത് ഈ 150 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. സോ അതിന് ടൈം മാനേജ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനും നമ്മളെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ മറ്റൊരു കാര്യമാണ് എക്സാമിൻ്റെ നേരത്തെ പ്ലാൻ ചെയ്യുക എന്നുള്ളത്. എക്സാമിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നേരത്തെ ഉറപ്പുവരുത്തുക, അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക, പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രിപ്പറേഷനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ മാത്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. മാത്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ 1-നകത്ത് 10 ക്വസ്റ്റ്യൻസോളം മാത്സ് എന്നുള്ളൊരു ഏരിയ എന്ന് വരുന്ന ക്വസ്റ്റ്യൻസാണ്. മാത്സിൻ്റെ നമ്മൾ സിലബസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആവറേജ്, പെർസെൻറ്റേജ്, വെലോസിറ്റി പോലുള്ള കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുള്ളത്. സോ 10 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20 മാർക്കിന്, അതായത് ടോട്ടൽ കട്ട് ഓഫിൻ്റെ ടോട്ടൽ മാർക്കിൻ്റെ 6.66% ഓഫ് മാർക്ക് വരുന്നത് മാത്തമാറ്റിക്സ് എന്നുള്ളൊരു ഏരിയ എന്നാണ്. സോ മാത്സ് ഒഴിവാക്കുന്നതിന് പകരം മാത്സ് പഠിക്കുക എന്നുള്ളത്, ക്വസ്റ്റ്യനിൽ എന്തൊക്കെ മാത്സാണ്, മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെ ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു ഏരിയ പഠിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഏരിയ പഠിക്കുന്നത് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. മാത്സ് പഠിക്കുന്നത് എങ്ങനെ എന്നുള്ളതിന് മാത്സിൻ്റെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, ഫോർ എക്സാമ്പിൾ SCERTയുടെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ബേസിക് ലെവലിൽ മാത്സ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. മാത്സ് എന്നുള്ളൊരു ഏരിയ ഒരു ഡെയിലി റുട്ടീനാക്കി മാറ്റുക എന്നുള്ളതാണ് മാത്സ് ഈസി ആവാനുള്ളൊരു മെത്തേഡ് എന്നുള്ളത്. എല്ലാ ദിവസവും മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്സിൽ മാക്സിമം മാർക്കുകൾ മാത്സിൽ തന്നെ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്നുള്ളത്. മറ്റൊരു കാര്യം എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീക്ക് ഏരിയ ഏതാണ്, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത ഏരിയ ഏതാണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏരിയാസിൽ നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ആ ഏരിയ
തറോ ആയിട്ട് പഠിക്കുക എന്നുള്ളത്, അങ്ങനെ അതിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പേപ്പർ 1-ൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഒരു പേഴ്സണൽ കട്ട് ഓഫ് സെറ്റ് ചെയ്ത് വെക്കുക. ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്ന് ഉറപ്പിക്കുക. ഇപ്പോൾ JRF പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പേപ്പർ 1-ൻ്റെ 100 മാർക്കിൽ ഒരു 80 മാർക്ക് സ്കോർ ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു പേഴ്സണൽ കട്ട് ഓഫ് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആ ഒരു കട്ട് ഓഫ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഒരു കട്ട് ഓഫിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ഒരു പ്രോബ്ലത്തെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണൽ കട്ട് ഓഫ് എന്നുള്ളതും JRF വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മറ്റൊരു കാര്യം എന്നുള്ളത് ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് എന്നുള്ളത് നോക്കുക. എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ തെറ്റി എന്നുള്ളതാണ് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി എന്നുള്ളത്. സോ എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു ആൻസർ അതിൻ്റെ ഇതായിട്ട് വന്നത് എന്ന് നോക്കുക എന്നുള്ളതാണ്. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനും കൂടി പഠിക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ട് അത് അതിൻ്റെ ആൻസറായി എന്നുള്ളതാണ് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മാക്സിമം PYQs അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കഴിഞ്ഞ ഒരു വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ PYQs മാത്രം ചെയ്യാതെ മാക്സിമം PYQs, എത്രത്തോളം PYQ അവൈലബിൾ ആയിട്ടുണ്ടോ അത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം.